PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ പ്രൊവിഷണലായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അസിസ്റ്റന്റ് ടൈം കീപ്പർ, പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 446/2023. ഈ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, ആ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 28/12-നും 12/2024-നും 11/1/2025, 25/1/2025, 8/2/2025 ഇങ്ങനെ 4 ഡേറ്റുകളിൽ നടന്ന OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് PSCയുടെ വെബ്സൈറ്റിൽ. നിങ്ങളത് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. ഇത് റാങ്ക് ലിസ്റ്റിലേക്ക് കണക്കാക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ അല്ല, മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള ഉദ്യോഗാർത്ഥികളുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഈ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ OMR ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള. ഇനി 72.4-ഉം അതിന് മുകളിലും മാർക്ക് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ആ പ്രിലിമിനറി OMR ടെസ്റ്റിൽ വാങ്ങിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വകുപ്പിലെ ഷോർട്ട് ലിസ്റ്റ് അല്ല എലിജിബിലിറ്റി ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 72.4 മാർക്കാണ്. ഇനി റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ ഇതിനേക്കാൾ താഴ്ത്തിയിട്ടാണ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്, അവരുടെ പ്രാതിനിധ്യം വേണ്ടത്ര ഈ ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്, ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്. ഇനി അങ്ങനെ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടവരത്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരത്, അതുപോലെ EWS അതൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ആ സർട്ടിഫിക്കറ്റ് അതാത് വെരിഫിക്കേഷന് സമയത്ത് ഹാജരാക്കണം. ഇല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ, ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള ഇത് ഹാജരാക്കിയില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട്. അവരും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവരുടെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ളത് ഹാജരാക്കണം. ഇനി ഇത് ഒരു എലിജിബിലിറ്റി, അതായത് മെയിൻ അല്ലെങ്കിൽ ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് മാത്രമാണെന്നാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റിലേക്കോ തയ്യാറാക്കുന്നതിലേക്കോ ഒന്നും ഇത് കണക്കാക്കില്ല. ഇനി ഏതെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ, അതായത് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിലെ രീതി അനുസരിച്ച് റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അലോ ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. ആ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കൂടെ ആ PSCയുടെ വെബ്സൈറ്റ് വഴി 85 രൂപ ഫീസ് അടച്ചിട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഫോട്ടോ കോപ്പി, ഈ OMR ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി വേണ്ടവർ ആ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 335 രൂപ ഈ പേയ്മെൻറ്റ് വഴി ആ പോർട്ടലിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ, അതും ഈ 15 ദിവസത്തിനുള്ളിൽ, അപ്പോൾ നിങ്ങൾക്ക് ആ OMR ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിയും കിട്ടുന്നതാണ്. അതായത് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നിങ്ങളിതായാൽ അതും കിട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൻ്റെ വിശദാംശങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.